മന്ദാരം SRHൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹോം റിവ്യൂ ആയിട്ടാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാങ്കല്ലിക്കടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 12 സെൻറ്റിൽ ഇരുനില കെട്ടിടമാണ് ഇവിടെ നമ്മൾ ഇന്ന് ഹോം റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീട് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തമായിട്ട് വൈറ്റായിട്ട് മൊത്തം പ്യൂർ വൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ വരുന്നത് ഒരു ഗ്രേ കളറിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിൻഡോ വരുന്നത് വുഡ് ആൻഡ് ടൈപ്പിൽ ഡിസൈൻ ചെയ്തിട്ട് പെയിൻ്റ് അടിച്ചിട്ടാണ് ഇതിൻ്റെ വിൻഡോ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫില്ലർ ടൈലാണിത് പതിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാഡിയുടെ കല്ലാണ്. ഏകദേശം 3/4 ഭാഗം ഈ 2 ഫില്ലറും ഒട്ടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ, നമ്മൾ കാർ പോർച്ചായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 2 സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. ഈ സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ്, അതും ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ബോർഡർ മനോഹരമാക്കുവാൻ ഇതിൻ്റെ വൈറ്റ് ഒരു ടൈല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാരുവടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും ചെറിയ ബോർഡറോട് കൂടി ഈ വൈറ്റ് ടൈലും നിർമ്മിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ തൊട്ട് ചാരി തന്നെ 2 ഫില്ലർ കാണണം. തന്നെ ഈ ഫ്ലോർ വിരിച്ചിരിക്കുന്നത് വൈറ്റ് ടൈലാണ് ഇത് വിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചെറിയ ഗ്യാപ്പിലായിട്ട് തന്നെ അപ്പോക്സി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്നുള്ള കാഴ്ചകളും ഒരു പ്രധാനമാണ്. പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റുകൾ വരുമ്പോൾ ഇരിക്കാൻ 2 ചെയറുകളും. ഈ ഒരു മെയിൻ ഡോറാണ്, കാരണം ഇതും വുഡ് ആൻഡ് ടൈപ്പിലാണ് ഈ ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ വിശാലമായൊരു ഡൈനിങ് ഹാളാണ് ഇവിടെ വരുന്നത്. ഈ ഡൈനിങ് ഹാളിൻ്റെ ഉള്ളിലും ഇൻറ്റീരിയർ വർക്കാണ്. ഇതൊരു പ്യൂർ വൈറ്റ് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. പിന്നെ നമ്മളെ ഗസ്റ്റുകൾ വരുമ്പോൾ തൊട്ട് ചാരി തന്നെ നമുക്കൊരു സോഫ കാണാം. നല്ല ബ്രൗൺ ഷേപ്പിൽ ഒരു സോഫ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ടീപ്പോയും, ഗസ്റ്റുകൾക്ക് വരുമ്പോൾ ചായ അങ്ങനത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടീപ്പോയും, അതും ബ്ലാക്ക് ഡിസൈനിലാണ് ഈ ഗ്ലാസ് വരുന്നത്. പിന്നെ ഈ വിൻഡോക്ക് ഒരു ഷട്ടർ, തേക്ക് വുഡിലെ ഒരു ഷട്ടറാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കർട്ടനായിട്ട്. ഈ ഷട്ടറിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ക്ലോക്കും. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളെ ഈ TV വരുന്നത്. ഏകദേശം 45 ഇഞ്ചിൻ്റെ ഒരു TVയും. പിന്നെ ഈ വർക്ക് വരുന്നത് ഫാബ്രിക്കേഷൻ ഡിസൈനിലാണ് വരുന്നത്. അത് ഈ ഒരു ഭാഗം, ഒരു ചെറിയൊരു ഭാഗം നമുക്ക് കാണാം വുഡ് ആൻഡ് ടൈപ്പിലാണ് ഈ ബോർഡർ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് കാണാം ഒരു വൈറ്റ് ഡിസൈനിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ അതിന് തൊട്ട് ചാരിയിട്ട് നമുക്ക് കാണാം ഈ ഒരു ബോർഡുകളും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം ഒരു 6 ആക്കി ഇരിക്കാനുള്ള ഡൈനിങ് ടേബിളും. ഈ ഡൈനിങ് ടേബിൾ നമുക്ക് നോക്കാം, ഇത് ടൈലാണ് ഈ ഡൈനിങ് ടേബിൾ വരുന്നത്. ഈ വൈറ്റിൽ ചെറിയ ഗ്രേയുടെ ഒരു ഡിസൈനിൽ കൂടിയാണ് ഈ ഡൈനിങ് ടേബിൾ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാം ഈ ബേസും അതുപോലെ തന്നെ ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ഇത് വന്നിരിക്കുന്നത്. ആ ഗ്ലാസ്സിന് ഒരു ലൈറ്റ് കണ്ടില്ലേ, അത് ഒരു വാം ലൈറ്റിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ബേസ് കാണാം ഒരു ബ്ലാക്ക്. പിന്നെ നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ തൊട്ട് ചാരിയിട്ട് തന്നെ ഒരു റൂം കാണാം. പിന്നെ ഈ റൂമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീലിംഗ് ഫാൻ കാണാം. അതുപോലെ തന്നെ ഈ 5:4 ഒരു ബെഡും.
കബോർഡാണ് ഇവിടെ വരുന്നത്. ഈ ഡിസൈൻ വരുന്നത് തേക്കാൻ വുഡിലാണ് ഇതിൻ്റെ 2 സൈഡും വരുന്നത്. അതുപോലെ തന്നെ ഈ സെൻറ്ററായിട്ട് തന്നെ വൈറ്റ് ഡിസൈനിലും വുഡ് വരച്ചിട്ടാണ് ഇത് കാണുന്നത്. പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഗ്ലാസ് കാണാം. വേറെ ഒരു സ്റ്റഡി ടേബിളാണ് അത് കാണുന്നത്. ഈ കോണിയുടെ അടിയിലായിട്ട് തന്നെ ചെറിയൊരു ബാത്റൂമും നമുക്ക് കാണാം. പിന്നെ നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ വേറൊരു റൂമും കൂടെ നമുക്ക് ചാരിട്ട് തന്നെ. ഈ റൂമിൽ വരുന്നതും അതേപോലെ തന്നെ 6-5 ബെഡാണ് ഈ റൂമിൽ വരുന്നത്. ഇതിൻ്റെ അടിയിൽ വരുന്നത് 2 റൂമാണ് വരുന്നത്. ഇതിലേക്കൊന്ന് വരുക. ഇതെല്ലാം കാണാം നമുക്ക് ചെറിയൊരു ഡൈനിങ് ടേബിൾ, 4 പേർക്ക് ഇരിക്കാനുള്ളൊരു ഡൈനിങ് ടേബിൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാം ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജും. പിന്നെ ചെറിയൊരു സ്പേസിൽ നമുക്ക് കാണാം ഒരു റാക്ക്. ഇനി നമ്മൾ കിച്ചണിലേക്കൊന്ന് പോയി നോക്കാം. ഇതാണ് കിച്ചൺ വരുന്നത്. ഇത് നമുക്ക് കാണാം അതിൻ്റെ ഫ്ലോറ് വിരിച്ചിരിക്കുന്നത് തന്നെ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് വരുന്നത്. അതും ഗ്രേയും വൈറ്റ് ഗ്രേയും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രേയും. പിന്നെ ചെറിയൊരു ഷെൽഫ് കാണാം നമുക്ക്. ഇത് ഫാബ്രിക്കേഷനോട് ചെയ്ത ഷെൽഫാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം ചെറിയൊരു റാക്ക്. ഈ റാക്കിലായിട്ട് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഈ സ്പാനിയോൻ്റെ 3 നമ്മളെ ഗ്യാസ് സ്റ്റൗവാണ്. അതുപോലെ തന്നെ ഇവിടെ കാണാം നമുക്ക് ആലുവൻ്റെ അടുപ്പ്. പിന്നെ ഒരു ചെറിയൊരു ചിമ്മിനി കൂടുമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ചെറിയൊരു ഗ്രിൽസും അതുപോലെ തന്നെ നമ്മൾ ഈ സിങ്ക് വരുന്നതും. ഇനി നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം. ഈ സ്റ്റെപ്പ് വരുന്നത് വുഡ് ആൻഡ് ഗ്രേയിൽ വരുന്ന ഗ്രിപ്പുള്ള ടൈലാണ് വരുന്നത്. പിന്നെ ചെറിയൊരു യെല്ലോ റീപ്പറും ഇവിടെ വെച്ചിട്ട് കാണാം നമുക്ക്. ഇത് ഏറ്റവും ഉപകാരമുള്ള സംഭവമാണ് ഇന്ന് റീപ്പർ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാം ഈ കോണിയുടെ ഹാൻഡ് റെയിൽ വരുന്നത്. ഇത് ഇരുമ്പ് കൊണ്ടാണ് ഇത് ചെയ്തത്. അതും വുഡ് ആൻഡ് ടൈപ്പിലാണ് ഇത് അടിച്ചത് മുകൾ ഭാഗം. അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പി വരുന്നതും ബ്ലാക്ക് ടൈപ്പിലാണ് വരുന്നത്. ഈ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ ഫ്ലോർ വിരിച്ചിരിക്കുന്നത് അടിയത്ത് അതേപോലെ തന്നെ വൈറ്റ് ആൻഡ് ഗ്രേയിലാണ് ഈ ഫ്ലോർ വിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ മുകളിൽ വരുന്നത് 3 റൂമാണ്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിലേക്കൊന്ന് പോയി നോക്കാം. മുകൾ ഭാഗത്ത് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ്. ഇതൊരു പാടവക്കായതുകൊണ്ടാണ് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത്. നല്ല ഭംഗിയുള്ള ഒരു സ്പേസാണ് ഇവിടെ വരുന്നത്. ഇവിടെയും നമുക്ക് കാണാം പരഗോള വെച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഓരോ ഡിസൈൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാം ഈ ഹാൻഡ് റെയിൽ ഇവിടെ താഴേക്കൊന്നും പോകാൻ വേണ്ടിയിട്ടുള്ള ഈ ഹാൻഡ് റെയിൽ വരുന്നത്. പിന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് നമുക്ക് ഈ ഫാനാണ്. ഇത് ഗംഭീരമായിരിക്കുന്ന ഒരു ഫാനാണ്.